അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ ഒരു കാര്യം ബഹുമാനപ്പെട്ട അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്? അവിടുന്ന് ഒരു കാര്യം, അതായത് ഞാൻ ചില കലിമത്തുകൾ പറഞ്ഞു തരാം, ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. ആ കലിമത്തുകൾ ആരാണ് ഏറ്റെടുക്കുക, എന്നിട്ട് അതുകൊണ്ട് ആരാണ് അതുകൊണ്ട് പ്രവർത്തിക്കുക, ആ കലിമത്ത് കൊണ്ട് ആരാണ് അങ്ങനെ ജീവിച്ചു വരിക, അല്ലെങ്കിൽ അത് ചെയ്യുന്നവർക്ക് ആരെങ്കിലും ഉപദേശിച്ചു കൊടുക്കുന്നുണ്ടോ, ആരാണ് ഇതിന് തയ്യാറെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. യാ റസൂലല്ലാഹ്, ഞാൻ ഏറ്റെടുക്കാം നബിയേ എന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഓരോ കാര്യങ്ങൾ എണ്ണി പറയുകയാണ്. അങ്ങനെ താൻ ചുരുക്കി പറയുന്നു, 5 കാര്യങ്ങൾ എണ്ണി പറയുന്നു. അതിൽ ആദ്യമായി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇത്തഖിൽ മഹാരിൽ ഹറാമിനെ സൂക്ഷിച്ചാൽ ജനങ്ങളുടെ ഇടയിൽ നീ ഒരു ആബിദാകുമെന്നാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈയും പിടിച്ച് ആദ്യമായി പറഞ്ഞത്, ഹറാമിനെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കുക. എന്നിട്ട് അങ്ങനെ നിങ്ങൾ സൂക്ഷിച്ചാൽ ജനങ്ങളുടെ അടുക്കൽ നിങ്ങൾ വലിയൊരു ആബിദാകും. ഹറാമുണ്ടല്ലോ, ഞാൻ അതിനെ കുറിച്ച് വിശദീകരിച്ച് പറയുന്നില്ല. ഞങ്ങൾ അറിയാതെ സംഭവിച്ചു പോകുന്ന എത്ര ഹറാമുകളാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹറാമുകൾ പെട്ടിരിക്കുന്നുണ്ടോ ഒന്നാലോചിക്കണേ. ഹറാം കാണല്ലേ അടച്ചവനെ, നിങ്ങളേതായത് മുത്തഖീങ്ങളെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. അതുകൊണ്ട് അവിടുന്ന് ഹറാം എന്ന് പറയുന്നത് കേവലം വ്യഭിചരിച്ചാൽ മാത്രമല്ല, കള്ളു കുടിച്ചാൽ മാത്രമല്ല, കട്ടാൽ മാത്രമല്ല, ഇങ്ങനെയുള്ള ഹറാമുകളെല്ലാം നമ്മൾ ആലോചിച്ചു നോക്കണം. അതേ കണ്ണുകൊണ്ട് ഹറാമുണ്ട്, ഞങ്ങളുടെ നാവ് കൊണ്ട് ഹറാമുണ്ട്, ഓരോ അവയവങ്ങളെ കൊണ്ട് ഹറാമുണ്ട്. അതെ, ഞങ്ങളെ കണ്ണുകൊണ്ട് ഹറാമ് കാണുക എന്താണ് ഞാൻ പറയേണ്ടതില്ലല്ലോ. അതെ, ഞങ്ങൾ അന്യ പെണ്ണുങ്ങളെ കാണുന്നു, അറിയാതെ നിങ്ങളുടെ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടുപോയി. അവിടെ ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യം അവിടെ അറിയാണ്ട് കണ്ടാൽ പ്രശ്നമില്ല എന്നാണ് ഇസ്ലാമിന്റെ വിധിയെങ്കിൽ, അവിടെ 2ാമത്തെ പ്രാവശ്യം അവിടെ നോക്കിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വികാരത്തിൽ കണ്ടുപോയാൽ അന്യ പെണ്ണിനെ കാണാൻ തന്നെ ഹറാമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതേ, ചെവി കൊണ്ടുള്ള ഹറാമാണ്. ഞാനതാ ചെവി കൊണ്ടുള്ള ഹറാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, എത്രയാണ് ഉള്ളതെന്നറിയാമോ? ഗൈബത്ത് കേൾക്കുന്നില്ലേ? ഞങ്ങൾക്ക് സുബഹി നിസ്കാരം കഴിഞ്ഞ് അവിടെ നിന്ന് ചായപ്പീടിയിലേക്ക് പോയി അവിടെ ഇരുന്നൊരു പത്രം വരുന്ന സമയത്ത് ആ പത്രം എടുത്തുകൊണ്ട് അവിടെ നിന്നതാ വായിച്ചു നോക്കുമ്പോൾ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതേ ഒരു മുസ്ലിമാകട്ടെ, അല്ലെങ്കിൽ അമുസ്ലിമാകട്ടെ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകനാകട്ടെ, അല്ലെങ്കിൽ ഏതൊരു സംഘടനത്തിലാകട്ടെ, ഏതൊരുത്തനെയും നിങ്ങൾ കുറ്റം പറഞ്ഞുകൂടാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ഒരു കാഫിറിനെ പോലും നിങ്ങൾ കുറ്റം പറയരുത്, അത് മുസ്ലിമീങ്ങൾക്ക് അവിടെ നിയോഗിച്ചതല്ല എന്ന് അസ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ 2ാമത് പറയുകയാണ്. അങ്ങനെ ഒരുപാട് വിശദീകരിച്ച് പറയണമെങ്കിൽ ഒരുപാട് പറയണം. ഞാൻ ചുരുക്കി പറയുന്നു, അവിടെ പിന്നീട് ഇങ്ങനെ അവിടെ പത്രം വായിക്കുന്ന സമയത്ത് പത്രത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകനെ കാണുമ്പോൾ അവനെന്തെങ്കിലും തോറ്റതോ അല്ലെങ്കിൽ ജയിച്ചതോ അവന്റെ രഹസ്യങ്ങളെ പുറത്തു വരും പരസ്യമാകുമ്പോ അവിടെ അവനെ കുറിച്ച് ഗൈബത്ത് പറയുന്നില്ലേ, അവനെ കുറിച്ച് നമീമത്ത് പറയുന്നില്ലേ. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ
മനുഷ്യനെ കുറിച്ച് ഗൈബത്ത് പറയാൻ കണ്ടെത്തുകയാണ്. ഞങ്ങളെ കൊണ്ട് പാടുള്ളതല്ല, ഒരു മുഅ്മിനത് പറ്റിയതല്ല. അതുകൊണ്ട് സ്വന്തം നഫ്സിനെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഞങ്ങൾ എത്ര തെറ്റ് ചെയ്യുന്നവരാണ്, ഞങ്ങൾ എത്ര ദോഷം ചെയ്യുന്നവരാണ്. അതേ സ്വന്തം ഒറ്റയ്ക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അവിടെ നിന്നൊന്ന് ആലോചിച്ച് നോക്കണേ. ഞാൻ എത്ര തെറ്റുകാരനാണ്, ഞാൻ എത്ര ദോഷം ചെയ്തവനാണ്, ഞാൻ എത്ര കളവ് പറഞ്ഞവനാണ്, ഞാൻ എത്ര ഫർനിസ്കാരം കവാക്കിയവനാണ്, ഞാൻ മറ്റുള്ളവരെത്ര കുറ്റം പറഞ്ഞുപോയി എന്ന് ഇങ്ങനെ സ്വന്തമുള്ള മുള്ളുകളെ കണ്ടെത്തിയുണ്ട് എന്നുള്ള അവിടെ ചെയ്താൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ എന്തൊരു സന്തോഷമാണ് ജീവിതത്തിൽ, എന്തൊരു മനസ്സ് സമാധാനമാണ്. അതല്ലാതെ മറ്റുള്ളവരെ കുറിച്ച് ഗൈബത്ത് പറയുന്നത് അത്ര നല്ലതല്ല. അത് ദീനിനെ എതിർത്തതാണ്, ഒരു മുസ്ലിമിന് ചേർന്നതല്ല. അതുകൊണ്ട് പിന്നീട് ഞാൻ പറയട്ടെ, അവിടുന്ന് പിന്നീട് പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ ഞെട്ടിക്കൊണ്ടുപോകുന്നില്ല. ബിമാ ഖസമല്ലാഹു ലക തകുന്ന അല്ലാഹു വീതിച്ചു തന്നതിൽ തൃപ്തിപ്പെടുക എന്നാൽ ജനങ്ങളുടെ അടുക്കൽ ഐശ്വര്യമുള്ളവനാകും. അല്ലാഹു നിനക്ക് തന്നില്ലേ, ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു, ഒരുപാട് നിഅമത്തുകൾ തന്നു, ഒരുപാട് സൗകര്യങ്ങൾ തന്നു. എന്നാൽ ആ തന്ന സൗകര്യങ്ങൾക്കും സുഖങ്ങൾക്കും അവിടുത്തെ എല്ലാ അനുഗ്രഹീതമായ നിഅമത്തുകളും നമുക്ക് തന്നപ്പോൾ ഒന്നാലോചിക്കണം, കണ്ണ് നമ്മൾക്ക് എത്രയാണ് ഇവിടുന്നത്, ആ കണ്ണ് നല്ല കാണാൻ നല്ല കാഴ്ച ശക്തി തന്നില്ലേ. അപ്പൊ ഞങ്ങൾ ചിന്തിക്കണം, കാഴ്ചയില്ലാത്തവനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കണം. അവന്റെ സ്വന്തം ഉമ്മാനെ കണ്ടിട്ടില്ല, അവിടുന്ന് ജന്മന കാഴ്ചയില്ലാത്തവൻ അവിടുന്ന് സ്വന്തം ഉമ്മാനെ കാണുന്നില്ല. പോകട്ടെ, അല്ലാഹുവിന്റെ പള്ളി എങ്ങനെയാണെന്ന് അവൻ കാണിക്കില്ല. അസ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടത്തേക്ക് ഇറക്കി പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അവിടുന്ന് കാണുന്നില്ല. പോകട്ടെ, എല്ലാ ദിവസവും അവിടെ നിസ്കരിക്കുന്നു, ഖിബ്ലയ്ക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു. എന്നാൽ മുന്നിലുള്ള കഅബയെ കുറിച്ച് അതിന്റെ കളർ ഏതാണ്, അല്ലെങ്കിൽ കഅബ എങ്ങനെയുള്ളതാണെന്ന് അറിയില്ല. എല്ലാവരും പാടാറുണ്ട്, പച്ചക്കുബ്ബ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ കേൾക്കുന്നു. ആ പച്ചക്കുബ്ബ എങ്ങനത്തതാണ്, പച്ച കളർ എന്നറിയാത്തവൻ എങ്ങനെ പച്ചക്കുബ്ബയെ കുറിച്ച് ചിന്തിക്കുക. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് അല്ലാഹു തന്ന അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ നന്ദി കാണിക്കണം. അതെ, അല്ലാഹു തന്ന വീതിച്ചു തന്നതിൽ നമുക്ക് തന്നതിൽ നമ്മൾ തൃപ്തിപ്പെടുന്നവരാകണം. അതല്ലാതെ മറ്റുള്ളവൻ എന്തെങ്കിലും പണം കൂടുമ്പോ, അല്ലെങ്കിൽ മറ്റുള്ളവൻ എന്തെങ്കിലും സാമ്പത്തികമായി അവിടെ വർധന വരുമ്പോൾ നമ്മളെ സമ്മതിക്കരുത്. നമ്മളത് അവരോട് നല്ല ഐക്യത്തിൽ വേണം. അതല്ലാതെ അവരോട് അസൂയം കാണിച്ച് അവരെ സീർ ചെയ്തപടന്ന് നശിപ്പിക്കുന്ന ഒരു സ്വഭാവം ഒരു മുഅ്മിനിന് വന്നുകൂടാ. അല്ലാഹുവിന്റെ ഹബീബ്